70 ഈ ലൈഫ് അങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുമ്പോഴും 82 അത്തരം വലിയൊരു പൊസിഷനിലേക്ക് നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ തലപ്പത്തെത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ആ ഒരു 10-12 വർഷം കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈപ്പല്ലേ? അതെ അതെ അത് ഇതൊക്കെ കൂടെ ഒരു കാരണമായിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള പാണ്ഡിത്യം ഒരു വലിയ ഘടകമാണ്. മാത്രമല്ല ഇന്ദിരാഗാന്ധി ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ടിരിപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദി പ്രസംഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധി എന്നെ അഭിനന്ദിക്കുന്നു. മുണ്ടെടുത്ത ചെറുപ്പക്കാരൻ തെക്കിൽ നിന്ന് വന്ന് ഹിന്ദി പ്രസംഗിക്കുന്നു. ഇതാണ് നാഷണൽ ഇന്റഗ്രേഷൻ ഒക്കെ അന്ന് അവിടെ സഭാഷ് രമേശ് പോലെ മനോരമ ഭയങ്കര വാർത്തകൾ വന്നതാണ്. ഹിന്ദി പഠനം പിന്നീട് വളരെയേറെ വടക്കേ ഇന്ത്യയിൽ ലോക്സഭയിലും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എന്നോട് വാജ്പേയി എപ്പോഴും പറയുമായിരുന്നു, ജോർജ് ഫെർണാണ്ടസ് പറയുമ്പോൾ. ജോർജ് ഫെർണാണ്ടസ് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ്. അത് നമ്മളോടൊക്കെ എപ്പോഴും കാണുമ്പോൾ പറയും ഹിന്ദിയിലെ പ്രസംഗിക്കാവും. കാരണം ഹിന്ദി പ്രസംഗിച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നോട് എപ്പോഴും പറയും ഇന്ത്യയിലെ പ്രസംഗിക്കാം. പാർലമെന്റ് നമ്മൾ ഹിന്ദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നേരം ഭയങ്കര അപ്രീസിയേഷൻ. പക്ഷേ 28-ാം വയസ്സിൽ മിനിസ്റ്റർ ആവുന്നത് കല്യാണം കഴിച്ചതിന്റെ ഭാഗ്യമായിട്ടാണ് മാം ഇടയ്ക്ക് പറഞ്ഞു കേട്ടത്. ഈ കല്യാണം കഴിച്ചതുകൊണ്ടാണ്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മടങ്ങി വരേണ്ടി വന്നു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അന്ന് മിനിസ്റ്റർ ആവുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല, ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ആവണ്ടെന്നൊക്കെ പറഞ്ഞു. എറൗണ്ട് ധാരണ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല അങ്ങനെ ധാരണയൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഹിമാചൽ പ്രദേശിലായിരുന്നു അല്ലേട്ടാ വരാൻ പറയുന്നത്. അന്നേരം ഫോൺ വന്ന് വരാൻ പറഞ്ഞു. പക്ഷെ ഒരു യങ്ങായിട്ടുള്ളൊരു മിനിസ്റ്ററെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ? 28-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഇതുവരെ ആ റിക്കാർഡാരും. അതെ, അത് ഭയങ്കര ഒരു ഭേദിച്ചിട്ടില്ല. അതെ, രസമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിനേക്കാളും രസമുള്ളൊരു കാര്യം ഞാൻ കേട്ടത് അഭിനയമോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് വേറൊരു സാധനമുണ്ടല്ലോ. അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബുകളിലൊക്കെ നാടകത്തിനൊക്കെ അഭിനയിക്കുകയും ഒക്കെ പോകാൻ ഞങ്ങളുടെ അവിടെ ക്ലബ് ഉണ്ടായിരുന്നു നാട്ടിൽ, ചെന്നിത്തല. അപ്പൊ ആ ക്ലബില് കലാപ്രശ്നി, വായനശാല, ഗ്രന്ഥശാല, ക്ലബ്ബ്, വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അപ്പൊ അവിടെ എല്ലാ തവണ ഞങ്ങൾ നാടകം അഭിനയിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോരുത്തർ നാടകം പെൺവേഷം കെട്ടുക, ആൺവേഷം കെട്ടുക. അപ്പൊ അങ്ങനെ ചുമ്മാ അത് ഞാനേ നമ്മളൊരു ഇതയച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് അവസാനിച്ചു. പക്ഷെ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. രമിത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, രോഹിത്തിനും രമിത്തിനും അച്ഛനും കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ്. അവർ ഡൽഹിയിലാണ് പഠിച്ചത്. ഞാൻ MP ആയതുകൊണ്ട് അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളുകളിലൊക്കെ അവർ നാടകത്തിനൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ 3 പേര് അഭിനേതാക്കളാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു? ഇല്ല. മരുമക്കളിൽ ഒരാള് ഡാൻസ് ചെയ്യും. രണ്ടുപേരും ചെയ്യും. ഈ കുടുംബമായിട്ട് ഭയങ്കര രസമായിട്ട് പോകുമ്പോഴും സത്യത്തിൽ ടൈം എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അപ്പൊ കലഹം ഉണ്ടാവും, എന്തായാലും ഒരു ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയാ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത്? അല്ലാതെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതായതുകൊണ്ട് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണോ ശരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ? സമയം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു നമ്മുടെ കൺസേൺ. വഴക്കൂടാറില്ല, ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല. അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അപ്പൊ വഴക്കൂടുമ്പോ? ഇപ്പൊ പിന്നെ കൊച്ചുമോനുള്ളതുകൊണ്ട് അതിന്റെ കൂടെ ഇപ്പൊ പിന്നെ ഒന്നും പറയാറില്ല. അതല്ല, ഇപ്പൊ പിന്നെ കുറെ കൂടെ മനസ്സിലാക്കലുകളിലേക്ക് എത്തുമല്ലോ. പക്ഷെ ഏർലി സ്റ്റേജസിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അധിക സമയം കിട്ടത്തില്ല, ഞാൻ തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാത്രിയാണല്ലോ പെണ്ണ് കാണാൻ വന്നതൊക്കെ. രാത്രി 9:30 കഴിഞ്ഞായിരുന്നു. എല്ലാരും കിടന്നു കഴിഞ്ഞു. അവിടെ നാട്ടിലാവുമ്പോ നേരത്തെ എല്ലാരും കിടക്കും, എല്ലാവരും ഉറങ്ങും. എന്നിട്ട് തട്ടി ഉണർത്തി പെണ്ണ് കണ്ടു. എന്നിട്ട് അന്ന് തന്നെ റിസൾട്ട് പറഞ്ഞോ, ഇഷ്ടായെന്ന് പറഞ്ഞോ? അന്നേരം പറഞ്ഞില്ലായിരുന്നു. എപ്പോഴത്തേക്കാ പിന്നെ തീരുമാനം എടുത്ത്? അന്ന് രാത്രിക്ക് ശേഷം? പിന്നെ അത് കഴിഞ്ഞ് കാർത്തികേയനൊക്കെ പോയി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ലൈഫ് സ്റ്റോറീസ് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഒരു സമരമുഖത്തേക്കോ ഒരു പരിപാടിക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ കുടുംബത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് വേണം സത്യത്തിൽ. ഇപ്പോൾ സാറിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തും വലുതായിട്ട് ആങ്കർ കാണിക്കാത്ത, ദേഷ്യം കാണിക്കാത്ത ഒരാളാണ്. അത് കുറച്ചൊരു വിദ്യാഭ്യാസം വേണ്ട പരിപാടിയാണ്. ഇത് വായനയിലൂടെയാണ് കിട്ടിയത്. എങ്ങനെയാണ് ആത്മസംയമനം കിട്ടിയത്? എൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് ആദ്യം മുതൽ ആരോടും അങ്ങനെ പിണങ്ങോ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യുന്ന സ്വഭാവമല്ല പൊതുവേ ഉള്ളു. തന്നെയല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ അവരവരുടേതായ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരുന്നത്, ഇല്ലേ? ഒരാൾ വരുമ്പം അയാളുടെ ജീവിതം, അയാളുടെ പ്രശ്നങ്ങൾ അയാൾ പറയുമ്പം നമ്മൾ അയാളോട് ചൂടായിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ കാണണം. അയാളെ
ആ വരുന്നയാളിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, ഉം. അയാൾ എന്ത് പ്രയാസമാണ് അയാൾ അനുഭവിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മുടെ അടുക്ക വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അയാളോട് നമ്മൾ ചൂടായിട്ട് എന്ത് കാര്യം? അയാൾ പ്രയാസപ്പെട്ട് ദുഃഖം വേദനയൊക്കെ അനുഭവിച്ച് പ്രയാസപ്പെട്ടാണ് നമ്മുടെ അടുക്ക എന്തെങ്കിലും ഒരു സഹായത്തിന് വരുന്നത്. നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കുക, ആശ്വസിപ്പിക്കുക. അതാണ് എൻ്റെ നിലപാട്. ഈ പൊതുവിൽ തന്നെ ചീഫ് മിനിസ്റ്ററെ കുറിച്ചുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഒരു ആങ്കർ കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആളായിട്ട് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ചിരിച്ച് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ചിരിച്ച് ഡീൽ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും നടക്കാത്തതാണ്. പക്ഷേ ദേഷ്യമൊക്കെ വരുമല്ലോ, പല കാര്യങ്ങളിലും അങ്ങനെ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്താണ് ആത്മനിയന്ത്രണം? അല്ല, ഞാൻ കഴിയാവുന്നത്ര ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. നമ്മുടെ ഒരാൾ വരുമ്പോൾ അയാളുടേതായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ വരുന്നത്. നമ്മളെ കണ്ടാൽ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ വരുന്നത്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല, എന്നാലും അയാൾക്കൊരു ആശ്വാസം കൊടുക്കാനും എനിക്ക് നോ പറയാൻ വലിയ വിഷമമുള്ള ഒരാളാണ് ഞാൻ. ആരോടും അങ്ങനെ അതെൻ്റെ ഒരു തെറ്റാകാം ഒരു പക്ഷേ, എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഈ വീട്ടിലെ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര പ്ലസന്റ് ആണോ? ഇപ്പോഴൊന്നും അല്ല, ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. അപ്പൊ പിന്നെ നമ്മള് അത് മാനേജ് ചെയ്യോ? അതേ സ്വയം മാനേജ് ചെയ്യോ? ഞങ്ങൾ പിന്നെ അധികം ശല്യപ്പെടുത്താറില്ല. മക്കളാണേലും അവർക്ക് പിന്നെ ഒരു പരാതി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ അച്ഛൻ ചെല്ലാറില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിപ്പോഴും അവര് പറയും അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ അതെ. ഈ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് പോണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവര് പ്രൊഫഷണൽസ് അങ്ങനെയൊന്നുമില്ല. അവരവരുടേതായ നിലയിൽ പഠിച്ചു വളർന്ന് അവർ മുന്നോട്ട് പോവാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതല്ല. അല്ല, അവർക്ക് സ്വയം തോന്നി വരികയാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് അവരെ. അപ്പം അവര് ഒരാള് ഡോക്ടറാണ്, അയാളിപ്പോൾ MD കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, മൂകാംബിക മെഡിക്കൽ കോളേജ്. അയാളെ ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ, പുള്ളി എഴുതുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് എഴുതുന്നേ ഉള്ളൂ, മലയാളം എഴുതാൻ അറിയില്ല, സംസാരിക്കും. ഡൽഹി പഠിച്ചോട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടെങ്കിലും അത് നടന്നില്ല. പിന്നെ ശ്രേഷ്ഠ ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട്, അത് പുള്ളിയാണ് നടത്തുന്നത്. ഇല്ല, ലാഭമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് പോകുന്നേ ഉള്ളൂ. ഇളയ ആളാണെങ്കിൽ പുള്ളി സിവിൽ സർവീസ് എഴുതി IRS ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് ആയിട്ട് മംഗലാപുരത്ത് ജോലി ചെയ്യാം. അവര് അവരുടേതായ വഴികളിലൂടെ പോവാണ്. നമ്മളിപ്പോൾ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശം സാറിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വയം വരണമെങ്കിൽ വന്നോളൂ. അങ്ങനെ ഒരു പിന്തുണ അത് അവർ ചെയ്യേണ്ട കാര്യം, നമ്മളെ നിർബന്ധിക്കേണ്ട കാര്യമല്ല. നമ്മളാരെയും അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളാകുമ്പം നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. അവർ വരണമെങ്കിൽ അവർ വന്നോട്ടെ. പക്ഷെ അവർ വരികയാണെങ്കിൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ ഇപ്പൊ അവർ സ്വസ്ഥമായിട്ട് അവരുടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അല്ല, ഒരുപക്ഷെ അതൊരു കോൺഷ്യസ്നെസ് ആയിരുന്നോ? ഇപ്പോൾ ഈ മക്കൾ വാഴ്ച തുടരുന്നു എന്ന് പറയുന്ന പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ച് സാർ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അവരുടെ തീരുമാനമാണ്. അവരെന്താവണമെന്ന് അവരാ തീരുമാനിച്ചത്, നമ്മളായിട്ട് തീരുമാനിച്ചൊന്നുമല്ല. അവരെ പഠിപ്പിച്ചു, അന്നേരം അവരവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ മകൻ റമിത്ത് ഇടയ്ക്ക് പറഞ്ഞു അത്രേ, ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ ആണല്ലോ വരുന്നത്, അപ്പൊ വന്നപ്പോ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു. ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഒരുപാട് നാൾ കൂടിയിട്ട് അന്ന് വന്നേ. ഇവിടെ ഇലക്ഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു. ഈ തമാശക്ക് അപ്പുറത്തേക്ക് അത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തില്ല അല്ലേ? ഇല്ല, അതങ്ങനെ തന്നെ എടുത്തു. അത് ഈ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് അങ്ങനെ തോന്നില്ലേ? ഈ കുടുംബത്തോടൊപ്പം കുറച്ചുകൂടെ ടൈം കഴിയില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കും. അല്ല, തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ്. പലപ്പോഴും നമുക്ക് അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അങ്ങനെയുള്ളതാണ്. 24/7 ആണ്. ഇപ്പൊ രാത്രി വന്ന ഒരാൾ എന്നെ മുട്ടി വിളിച്ചാലും ഞാൻ എഴുന്നേക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തിരക്കുള്ള ജീവിതമായിരിക്കുമല്ലോ. അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണത്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലരുടെയും പരാതി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് തോന്നും. പക്ഷേ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാവും, പരിഹരിക്കാൻ പറ്റാത്തതുണ്ടാവാം. ആ സമയത്തൊക്കെ സഹായിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമെങ്കിലും സഹായിക്കാൻ പറ്റില്ല. അത്തരം സ്റ്റേജസിൽ ഒരു വിഷമം ഉണ്ടാവും, ഒരു ദുഃഖം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്.
ഒരാളൊരാളുടെ പ്രയാസം വന്ന് പറഞ്ഞാൽ നമ്മളെ എനിക്ക് അത് സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എപ്പോഴും. നടന്നാലും നടന്നില്ലെങ്കിൽ അവസാനം വരെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്.